കോടതി നിയമങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ, കോടതി നിയമങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാതെ മോട്ടോർ വെഹിക്കിൾ ആക്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന ഗണേഷ് കുമാറിൻ്റെ KSRTC ബസ് നിരത്തിലോടുന്നു. KL 158801 എന്ന് പറയുന്ന ഈ നമ്പറിൽ ഇൻഷുറൻസിൻ്റെ കാലാവധി കഴിഞ്ഞ് പെർമിറ്റ് ക്യാൻസലായി കഴിഞ്ഞതിന് ശേഷം പുതുക്കാതെ ഇപ്പോഴും നിരത്തിലോടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. MVD ആക്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന ട്രാൻസ്പോർട്ട് മിനിസ്റ്ററായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റായിട്ടുള്ള KSRTC കോടതി നിയമങ്ങൾ ലംഘിക്കുന്നു. KL 15A1818 എന്ന് പറയുന്ന ഈ നമ്പറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പൊല്യൂഷൻ ടെസ്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും നിരത്തിലോടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് KSRTC സക്സസ് ആവുക? പ്രോപ്പറായിട്ട് പൊല്യൂഷൻ ടെസ്റ്റും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ മൈലേജ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഇന്ധനം കൂടുതൽ അടിക്കേണ്ടി വരില്ല. അപ്പോൾ ഇന്ധനം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പൊല്യൂഷൻ ടെസ്റ്റ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതേപോലെ തന്നെ ഈ KL 15A2093 എന്ന് പറയുന്ന നമ്പറിലേക്ക് വരികയാണെങ്കിൽ പൊല്യൂഷൻ ടെസ്റ്റ് ജനുവരിയിൽ കാലാവധി കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഈ പറയുന്ന നമ്പർ പ്ലേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വ്യക്തതയോ കാര്യങ്ങളോ നമ്പറിലില്ല. അവസാനത്തെ നമ്പർ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഏതാണ് നമ്പർ എന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ നമ്മൾ നമ്പർ വ്യക്തമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 18 എന്നുള്ളതാണ് നമ്പർ. അപ്പോൾ ഇതൊക്കെ നിയമം തെറ്റിച്ച് ആരാണെന്നുള്ളത് നോക്കണം. ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ, മോട്ടോർ വെഹിക്കിൾ ആക്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന മിനിസ്റ്ററിൻ്റെ വാഹനങ്ങൾക്ക് പോലും പ്രോപ്പറായിട്ട് നിയമങ്ങൾ പാലിക്കാതെ നിരത്തിലോടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കോടതിനെയൊക്കെ ഇവരൊക്കെ എത്രത്തോളം റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള സാക്ഷ്യമാണ് ഈ പറയുന്ന ഇൻഷുറൻസ് ഇല്ലാതെ പെർമിറ്റൊക്കെ ക്യാൻസലായിട്ട് നിരത്തിലോടുന്ന KSRTC ബസ് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ.